ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പൊ നമുക്ക് ഓരോ ബിഗ് ബോസ് സീസണും തുടങ്ങി കഴിയുമ്പോൾ ഒരു പരദൂഷണം കുത്തിത്തിരിപ്പ് ടീമൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്, ശരിയല്ലേ? ഒന്ന് രണ്ടാഴ്ച എടുക്കും ഈ ഒരു ഗ്രൂപ്പ് സെറ്റായി വരാനും, പിന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചും മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെയും അല്ലെങ്കിൽ മറ്റുള്ള ഗ്യാങ്ങിനെതിരെയും അല്ലെങ്കിൽ മറ്റുള്ള കുറച്ച് മുന്നോട്ട് കയറി വരുമെന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസിനെ, അല്ലെങ്കിൽ കുറച്ച് ഹൈപ്പ് പ്രേക്ഷക സപ്പോർട്ടൊക്കെ വരുമെന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസിനെ, അല്ലെങ്കിൽ ഗെയിം കളിക്കുമെന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസിനെ കുറച്ച് പേര് ഗ്രൂപ്പായി കൂടിച്ചേർന്നിരുന്ന് ആക്രമിക്കുന്ന ഒരു പരിപാടി എല്ലാ സീസണുകളിലും ഉണ്ട്. ഈ പരദൂഷണ കമ്മിറ്റി, അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ ഈ ഒരു സീസൺ 7 സംബന്ധിച്ച് ഈ പറയുന്ന ഒന്ന് രണ്ട് ആഴ്ചകളൊന്നും എടുത്തില്ല. ആദ്യ ദിവസം മുതൽ തന്നെ തുടങ്ങി. രണ്ടാമത്തെ ദിവസം അതങ്ങ് സ്ട്രോങ് ആയി. വേറെ ആരുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അപ്പാനി ശരത്ത് അതുപോലെ തന്നെ അക്ബർ ഖാൻ ഗ്യാങ് ആണ്. അവരാദ്യം തന്നെ ആ ഒരു ഗ്യാങ് ഫോർമാറ്റ് ചെയ്ത് മറ്റ് കണ്ടസ്റ്റൻസിനെ എങ്ങനെ അടിച്ചിടാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗെയിം മറ്റുള്ളവർ കളിക്കുമ്പോൾ ഒരു കൂട്ടമായി ചേർന്ന് അവരെ എങ്ങനെ തരം താഴ്ത്താം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഷാനവാസ് ആണ്. അവര് പുറത്തുനിന്ന് തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ അപ്പാനി ശരത്തും ഷാനവാസും തമ്മിൽ അവർ സുഹൃത്തുക്കളാന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് വന്നത് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസിന്റെ സൈഡിൽ നിന്ന് കാര്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും അപ്പാനി ശരത്തും അതുപോലെ തന്നെ അക്ബറുടെ കൂടെ കൂടിയ അക്ബർ ഖാനും കൂടെ ചേർന്ന് മാക്സിമം പുള്ളീനെ ദ്രോഹിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ദ്രോഹിക്കുന്നുണ്ട്. സോ ഇപ്പൊ ഫൈനലി അവര് എങ്ങനെയെങ്കിലും ഷാനവാസിനെ പുറത്താക്കാമെന്ന് കരുതി നമ്മുടെ ആ ഒരു പുകഞ്ഞ പുറത്ത് എന്ന ടാസ്കിൽ ഷാനവാസിനെയും കൂടി ഇവര് ഗ്രൂപ്പായി ചേർത്ത് കൂടിയും പല കാര്യങ്ങളും പറഞ്ഞുമൊക്കെ മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച്, അതായത് ഷാനവാസിനെ പറ്റി പല പരദൂഷണവും, ആള് ചതിയനാണ്, പല രീതിയിലുള്ള ഫേക്ക്നെസ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആളെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ പുകഞ്ഞ പുറത്ത് എന്ന ടാസ്കിൽ വെളിയിലാക്കി, ബിഗ് ബോസ് ഹൗസിന് വെളിയിലാക്കി. രാത്രിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവിടെ കിടന്ന് ഉറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് എടുത്ത് ഈ പറയുന്ന ബിഗ് ബോസ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റെഡ് ബോക്സിനുള്ളിൽ ആക്കിയിട്ട് എങ്ങനെയെങ്കിലും എവിക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനൊക്കെ നടത്തിയാണ് ഇവര് ചെയ്തത്. പക്ഷെ ആ ഒരു പ്ലാനും ഇവർക്ക് ചീറ്റുവെന്ന് തോന്നി. ഈ പറയുന്ന 3-ാം ദിവസം കഴിഞ്ഞു. 4 ദിവസമാണ് ബിഗ് ബോസ് ആ ഒരു ടാസ്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു 4 ദിവസം കഴിഞ്ഞ് ഈ ഒരു ടാസ്ക് വിജയിച്ചെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ സംബന്ധിച്ച് കുറച്ച് ഒരു ഗുമ്മാവും, അതുപോലെ തന്നെ അത് പറയാനൊരു ഇതാവും. 4 ദിവസം ഉറങ്ങാതെയും അല്ലെന്നുണ്ടെങ്കിൽ രാത്രികാലങ്ങളിൽ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറാതെ പുറത്ത് ഉറങ്ങാതെയും ഉറങ്ങിയ വാട്ട് എവർ ദീസ് ആ ഒരു ടാസ്ക് വിജയിച്ചെത്തുന്നു, ഒരു ഹീറോ പരിവേഷമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബർ ഖാനും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അപ്പാനി ശരത്തിനൊന്നും അത്ര സൂചിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ ബിഗ് ബോസിന്റെ തന്നെ നമ്മുടെ കോയിൻ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോയിൻ ടാസ്കിൽ കിട്ടുന്ന സൂപ്പർ പവേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ അക്ബർ ഖാൻ ഈ ഷാനവാസിനെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, 4 പേരിൽ ഒരാളെ കയറ്റാം. നമ്മുടെ ജിസേലുണ്ട്, ശൈത്യമുണ്ട്, ബിൻസിയുണ്ട്, ഷാനവാസ്, ഇവർ 4 പേരുണ്ട്. അപ്പൊ 4 പേരിൽ ഒരാളെ കയറ്റാം എന്നുള്ള ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ അക്ബർ ഖാൻ ഷാനവാസിനെ നൈസായിട്ട് ഉള്ളിലേക്ക് കയറ്റുന്നു. കാരണം പുറത്തെത്തിച്ചിട്ട് ഇവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ല, ഒരു എവിക്റ്റ് ആക്കാൻ പോസിബിൾ ആകുന്നില്ല ഇവരെ സംബന്ധിച്ച്. അപ്പം ഒരു ഹീറോ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഉള്ളിലേക്ക് തന്നെ കയറ്റുന്നു. അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്തിനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മുൻഷി രഞ്ജിത്തിനെ അങ്ങോട്ടാക്കുന്നു, പുറത്തേക്ക് ആക്കുന്നു. അതിലും വലിയ കാര്യമായിട്ട് എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. കാരണം മുൻഷി രഞ്ജിത്ത് കറക്റ്റ് സമയത്ത് മരുന്നൊക്കെ കഴിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരാളാണ്. അപ്പം പുറത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങുമെന്നൊക്കെ കരുതിയാണ് പുറത്തെത്തിക്കുന്നത്. പക്ഷെ പുറത്തെത്തിച്ചിട്ട് ഈ പുള്ളിയാണെങ്കിൽ ഉറങ്ങുന്നുമില്ല. കാര്യങ്ങൾ എല്ലാം നോക്കി പ്രോപ്പറായിട്ട് തന്നെ വെളുപ്പിനെ വരെ ഇരുന്ന് ഇന്ന് രാവിലെ ലൈവിൽ നോക്കുമ്പോഴും പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഇവർ ഉദ്ദേശിച്ച പ്ലാൻ നടന്നില്ല. ഇവർ രാത്രി പല സമയങ്ങളിലായിട്ട് ഉറക്കം എണീറ്റ് വന്ന് നോക്കി പുള്ളി ഉറങ്ങുന്നില്ല. സോ ഇവരുടെ പ്ലാൻ അങ്ങനെയും പൊളിഞ്ഞു. സോ ഇന്നലത്തെ ലൈവ് ഷാനവാസ് ഉള്ളിലെത്തിയതിനു ശേഷം നമ്മുടെ അക്ബർ ഖാൻ അപ്പാനി ശരത്തിനോടൊക്കെ ആയിട്ടിരുന്ന് പറയുന്നു. അവർ 3 പേര് കൂടെ, അതായത് പുറത്തുണ്ടായിരുന്ന സമയത്ത് ബിൻസി, അതുപോലെ തന്നെ ജിസേല്, അതുപോലെ ശൈത്യ, ഇവർ 3 പേരോടും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ദിവസം പുള്ളി ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറങ്ങിയതായിട്ട് അഭിനയിക്കുകയായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നത്. ഇവർ കിട്ടിയ സമയത്ത് ഇതെല്ലാം അവരുടെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞ് പരദൂഷണം പോലെ പറഞ്ഞ് വേറെ രീതിയിലൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി, ഷാനവാസ് നിങ്ങളെ എല്ലാം ചതിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു, നിങ്ങളോട് ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഉറങ്ങുമൊന്നും അല്ലായിരുന്നു, നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, നിങ്ങളെ ഉറക്കാതെ ആ ഒരു രാത്രി മൊത്തം ഇരുത്തി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവർ തെറ്റിദ്ധരിച്ച് ഷാനവാസുമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി പറ്റിച്ചില്ല എന്നൊക്കെ ചോദിച്ച് ഷാനവാസിനെ ഇപ്പം ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്.
അപ്പം ഇവർ മാക്സിമം ഷാനവാസിനെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വെറുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും പുള്ളീനെ എല്ലാ നോമിനേഷനിൽ മറ്റുള്ളവർ ചെയ്യണം, അതുപോലെ ഒരു എവിക്ഷന് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അവരവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പൊ ഷാനവാസിനെ മാത്രമല്ല ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് ഇവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊരു ഗ്യാങ് ആയിട്ട് പലരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഗ്യാങ്ങുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാതിരിക്കുകയോ ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഗെയിം കളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവര് കിട്ടുന്ന അവസരത്തിൽ അവരെ എല്ലാം നേരിട്ടുള്ള ഗെയിം കളിയും കാര്യങ്ങളും കുറവാണ്, പിന്നീന്ന് കുത്തലാണ് മെയിൻ പരിപാടി. അതുപോലെ തന്നെ പരദൂഷണം പറയുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഇതാണ്. അപ്പം ബിന്നി ആണെന്നുണ്ടെങ്കിൽ പോലും ആദ്യം ഇവരുമായിട്ട് സഹകരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ സ്ട്രോങ് ആയിട്ട് നിന്ന് സ്വന്തമായിട്ട് ഒരു ഗെയിം സ്ട്രാറ്റജി മാനേജ് കളിക്കാൻ ശ്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ ഇവർക്ക് താഴ്ത്തി കിട്ടണം. അപ്പൊ ബിന്നി ആ ഒരു സ്വന്തമായിട്ടൊരു ഗെയിം സ്ട്രാറ്റജിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ബിന്നിയും ശരിയല്ല, അവർ സ്ട്രോങ് ആയിട്ട് വേറെ രീതിയിൽ കളിക്കുന്നുണ്ട്, നമുക്കെതിരെ നിന്ന് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മറ്റു പലരുടെ അടുത്തും ചെന്നിട്ട് ബിന്നി ഫേക്ക് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് രാത്രിയിലും അവിടെ ഇവിടെ എല്ലാം പോയിരുന്നു പല രീതിയിലുള്ള സ്റ്റോറികൾ ഉണ്ടാക്കി മറ്റു പല കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഇവർക്ക് ആരോടാണ് താല്പര്യമില്ലാത്ത അവരുടെ കാര്യങ്ങളെല്ലാം വേറൊരു രീതിയിലാക്കി, പരദൂഷണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് എന്ന രീതിയിൽ അവർക്കത് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലാക്കി പറഞ്ഞ് അവരെ തിരിച്ചെടുക്കും. എക്സാമ്പിൾ നമ്മുടെ ജിസേലിന്റെ അടുത്ത് പോയിട്ട് ഷാനവാസിനെ കുറിച്ച് നല്ല രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി. അപ്പൊ ജിസേൽ ഒരു പരിധി വരെ ഷാനവാസിനെ വിശ്വസിച്ചല്ല പറയുന്നത് കേട്ട് മനസ്സിലാക്കി വരുവാണ്. ഒന്നാമത് ജിസേലിനെ സംബന്ധിച്ച് ഈ മലയാളം അത്ര പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് പറയുന്ന പകുതി കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അപ്പൊ ഇവര് പറയുന്ന കുറെ കാര്യങ്ങൾ സംശയത്തിന്റെ ഇതിൽ നിന്ന് ഇപ്പം ഷാനവാസ് ഒരു പറ്റിച്ച് അവിടെ നിൽക്കുകയായിരുന്നു, ചീറ്റർ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ജിസേൽ നടക്കുന്നത്. പിന്നെ ഷാനവാസ് മാക്സിമം ശ്രമിച്ചു അങ്ങനെയല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പുള്ളി പറഞ്ഞു ലാസ്റ്റ് നിങ്ങൾ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായിക്കൊള്ളും, ഞാൻ നിങ്ങളവിടെ ദ്രോഹിക്കാനൊന്നും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷാനവാസ് നൈസായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഇവന്മാര് വെറുതെ വിടുന്ന ഒരു മട്ടില്ല. ഈ ഒരാഴ്ച ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇവർ ഓരോ ദിവസവും അടുത്ത ദിവസം എങ്ങനെ പണി കൊടുക്കാം, ഷാനവാസിനെ എങ്ങനെ പണി കൊടുക്കാം, ഷാനവാസിനെ എങ്ങനെ എവിറ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കെതിരെ ആര് വരുന്നു, ഇവര് സ്വന്തമായിട്ട് നേരിട്ടുള്ള കളിയും കാര്യങ്ങളും ഒന്നുമില്ല. അക്ബർ ഖാൻ ആണെന്നുണ്ടെങ്കിൽ ടാസ്കിലൊക്കെ നല്ല മികച്ച രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു അപ്പാനി ശരത്തിന്റെ കൂടെ കൂടിയിട്ട് ഒരുമാതിരി പരദൂഷണ കമ്മിറ്റിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോളും. ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് റോങ് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും എടുക്കുന്നുണ്ടെന്നൊക്കെ ശരി തന്നെ, ബട്ട് ഒരു ഗെയിമർ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടാസ്കുകളൊക്കെ കളിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു കാര്യത്തിലേക്ക് വന്ന് പുള്ളിയുടെ ഉള്ള ഇമേജും കൂടെ പുള്ളി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നോക്കാം. എല്ലാ സീസണിലും കണ്ടുവരുന്ന ആ ഒരു പരദൂഷണ കമ്മിറ്റിയും കുത്തിത്തിരിപ്പ് കമ്മിറ്റിയൊക്കെ ഈ ഒരു സീസണിൽ ആദ്യ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരാഴ്ച അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ പലരും അഭിലാഷിനെയൊക്കെ ചെറിയ രീതിയിൽ കൂട്ടിയിട്ട് പോയി അഭിലാഷൊക്കെ സൈഡ് മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം വരും ദിവസങ്ങളിലൊക്കെ എന്താകുമെന്ന്. എന്നാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നി നമ്മുടെ അപ്പാനി ശരത്ത് അക്ബർ ഖാൻ ഗ്യാങ്ങിനെ പറ്റി? എങ്ങനെ അവർ മികച്ച രീതിയിലാണോ അതോ ഈ പറയുന്നത് പോലെ തന്നെ വെറും കുത്തിത്തിരിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.